സ്കൂളിനുള്ളിൽ മിനി തിയേറ്റർ. മിനി തിയേറ്റർ എന്നാണ് പേരെങ്കിലും മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേക കെട്ടിടത്തിലാണ് തിയേറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. ഫുൾ HD പ്രൊജക്ടർ, ഏറ്റവും മികച്ച ശബ്ദം എന്നിങ്ങനെ വില കൂടിയ ടിക്കറ്റ് എടുത്ത് കയറേണ്ട നിലവാരമാണ് ഇവിടുത്തെ തിയേറ്ററിനുള്ളത്. പഠനത്തോടൊപ്പം വിനോദവും കുട്ടികളിൽ വളർത്തി കുട്ടികളെ എല്ലാ KCM LPS ഡീസൻറ്റ് വർക്ക് നാവായിക്കുളം ഇന്നൊരു വികസനത്തിൻ്റെ പാതയിലാണ്. വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും അക്കാഡമിക് കാര്യങ്ങളും, അതേപോലെ തന്നെ മറ്റിതര കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ശ്രദ്ധിക്കപ്പെടുന്ന പല പരിപാടികളും അവിടെ നടത്തിക്കൊണ്ടും മുന്നേറുകയാണ്. അവിടുത്തെ പ്രത്യേകതകൾ, ഒന്ന്, അവിടുത്തെ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഗോശാല, അത് മറ്റ് സ്കൂളുകൾക്ക് എളുപ്പം അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക്
ആ ഗോശാലയുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുകയും അതേപോലെ തന്നെ അതുകൊണ്ട് വളരെ ആരോഗ്യകരമായിട്ടുള്ള തരത്തിൽ കുട്ടികൾക്ക് പാൽ വിതരണം നടത്താനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അക്കാഡമിക് കാര്യങ്ങളുടെയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ മാസത്തിൽ ഒരു ദിവസം എല്ലാ സ്റ്റാഫുകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് മന്ത്ലി മീറ്റിംഗ് നടന്നു വരുന്നു. അതിൽ അക്കാഡമിക് കാര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ, കുട്ടികളുടെ മറ്റ് കഴിവുകൾ, ഇതിനെക്കുറിച്ചെല്ലാം വിലയിരുത്തുന്നു. മാത്രവുമല്ല കുട്ടികളുടെ ബയോഡാറ്റ ശേഖരിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ അത് തട്ടി ഉണർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതികളാണ് KCM LPS ഡീസൻ്റ് മുക്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾ ഭാവി വാഗ്ദാനമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവർ ചെല്ലുന്ന മേഖലകളിൽ അവർ ആ കഴിവുകൾ തെളിയിക്കത്തക്ക തരത്തിൽ അവരുടെ സർഗവാസനകൾ വളർത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു സ്കൂളായി ഇന്ന് KCM LPS ഡീസൻ്റ് മുക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്ന വിവരം എവരെയും അറിയിച്ചുള്ളൂ. കൂടാതെ നമ്മുടെ സ്കൂളിലെ ഓരോ കുട്ടിയുടെയും ഭവനം സന്ദർശിച്ച് അധ്യാപകർ അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചിട്ട് പഠിച്ച് അവരേത് സാഹചര്യത്തിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നു അത് മനസ്സിലാക്കി അവർക്കുള്ള ബയോഡാറ്റ തയ്യാറാക്കുന്ന പദ്ധതി നമ്മുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള SNUPS കഴിഞ്ഞ 2018 മുതൽ റെഗുലറായിട്ട് നടന്നു വരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ KCM LPSലും ഇത് നടപ്പാക്കി അത് വളരെ ഭംഗിയായിട്ട് നടന്നു. സർക്കാർ ഈ വർഷം മുതൽ സഹിതം എന്നുള്ള സൈറ്റിൽ ഇതിനെക്കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്ത കാര്യം നമുക്ക് ഏവർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ മുൻപേ പോകുന്ന ഒരു അഡ്വാൻസ് പഠന പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കി വേണം കുട്ടികളെ SNUPSലും അതേപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനം KCM LPS ഡീസൻ്റ് മുക്കിലും അയക്കേണ്ടത്. ഗ്രാമപഞ്ചായത്തിലെ KCM LPS സ്കൂള് മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ്. ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിലും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സ്കൂള് അധികൃതർ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ അധ്യയന വർഷവും പഞ്ചായത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു. ഇതെല്ലാം സ്കൂളിനോടുള്ള അവരുടെ താല്പര്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെത്തുന്ന ഒരു സ്കൂളാണ്. അവിടെ ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായി മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമസ്കാരം, ഞാൻ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ ഒരു സാബു. നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഡീസൻ്റ് മുക്കിൽ പ്രവർത്തിക്കുന്ന KCM LPS സ്കൂളിനെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. ഞാനുൾപ്പെടെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുന്നത് KCM LPS സ്കൂളിൽ നിന്നാണ്. എൻ്റെ മോൻ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ സ്കൂളിൻ്റെ പുരോഗതി ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. തുടർന്നും നമ്മുടെ ആ സ്കൂൾ KCM LPS സ്കൂളിനെ സംബന്ധിച്ച് വരുന്ന വർഷങ്ങളിൽ അടുത്തിടെ അക്കാഡമിക്കായിരുന്നാലും അതുപോലെ തന്നെ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ മാനേജ്മെൻറ്റിന് സാധിക്കുന്നുണ്ട്. നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ വളരെ പ്രശസ്തമായ ഒരു വാർഡാണ് നാവായിക്കുളം 14 വാർഡ് ഡീസൻ്റ് മുക്ക്. KCM LPS ഡീസൻ്റ് മുക്ക് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ ഹൈടെക് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും വിശേഷം അതിന് പോലും വളരെ കാര്യസ്ഥമായി പുനഃസ്ഥാപിച്ചു. ഹൈടെക് ക്ലാസ് റൂമുകളും ഇപ്പോഴത്തെ ഹൈടെക് യുഗത്തിന് അനുസൃതമായ ക്ലാസ് റൂമുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മാതൃകാപരമായ അച്ചടക്കത്തോടെയും വിദ്യാഭ്യാസ രീതിയിലൂടെയും സ്കൂളിനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഒന്നാം ജില്ലയിലേക്ക് എത്തുന്ന രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളും നമ്മുടെ നാടിൻ്റെ സമ്പത്തായി
നാടിന് അഭിമാനമാകുന്ന കുട്ടികളെ വാർത്തെടുക്കുവാനും ഈ സ്കൂളിനും കലാലയത്തിനും സാധിക്കട്ടെ. ഇതിനു വേണ്ടിയുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. ഞാൻ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 10ാം വാർഡ് മെമ്പറും ആണ് സനുജ. നമ്മുടെ നാവായിക്കുളത്തിൻ്റെ കിളിമാനൂർ BRCയിൽ പെടുന്ന നമ്മുടെ ഡീസൻറ്റ് മുക്ക് KCM LPS സ്കൂളിൻ്റെ പ്രവർത്തനം വളരെയേറെ മെച്ചപ്പെട്ടതാണ്. ഞാൻ അവിടുത്തെ ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ഞാൻ PTA വൈസ് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റുന്ന സമയം മുതൽ അവിടുത്തെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നല്ല ഉത്തരവാദിത്തത്തോടും പഠനകാര്യങ്ങളായാലും കുട്ടികളുടേതായാലും അതോടൊപ്പം തന്നെ നമ്മുടെ നാവായിക്കുളം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ ഏറ്റവും നല്ല മികച്ച സ്കൂളും പഠനപരമായിട്ടായാലും കായിക കലാപരമായിട്ടായാലും എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ KCM LPS. അവിടുത്തെ ടീച്ചിങ് ആയാലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടാണ് ഈ കാലഘട്ടങ്ങളിൽ നടന്നു വരുന്നത്. ഏറ്റവും മികച്ച സ്കൂളാണ് KCM LPS. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡീസൻറ്റ് മുക്ക് KCM LPS നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ സ്കൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ വിഭാഗം കുട്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മികച്ച സൗകര്യങ്ങളുമാണ് നമ്മുടെ സ്കൂൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മുടെ ഈ സ്കൂൾ PTA-യുടെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെ പങ്കൊക്കെ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. മാനേജ്മെൻ്റ് ആയാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് നിന്ന് ഒരു വലിയ വിജയം തന്നെയാണ് ഇതുവരെ നമുക്കുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഈ പറഞ്ഞ പോലെ മികച്ച രീതിയിൽ അത് വീണ്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ പറഞ്ഞ മുഴുവൻ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മിനി തിയേറ്റർ, അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒരു മിനി തിയേറ്റർ പ്രത്യേക സമയങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എൻ്റെ മക്കളും പഠിക്കാൻ ഭാഗ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ മികച്ച, അതായത് നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് വർഷങ്ങൾ കുറേ ആയി, എന്നിട്ട് പോലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ PTA പ്രസിഡൻ്റായി ഒക്കെ ഇരിക്കുന്നത് തന്നെ എനിക്കൊരു അഭിമാനമാണ്. അപ്പോൾ അതുപോലെ തന്നെ വരും കാലങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഇതുപോലെ തന്നെ ഉണ്ടാവണമെന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് നബിന. ഞാൻ KCM LPS സ്കൂളിൻ്റെ MBTA പ്രസിഡൻ്റാണ്. എൻ്റെ 2 കുട്ടികളും ഇവിടെയാണ് പഠിക്കുന്നത്. UKGയിലും 2nd സ്റ്റാൻഡേർഡിലുമാണ്. വളരെ നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു സ്കൂളാണ്. കൂടാതെ തന്നെ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളുമായിട്ട് നല്ലൊരു ആത്മബന്ധം കാണുന്നുണ്ട്. നാവായിക്കുളം പഞ്ചായത്തുകളിൽ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് വളരെ സാങ്കേതികമായും ഭൗതികമായും അക്കാദമികമായും വളരെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ KCM LPS സ്കൂൾ. ഇന്ന് അക്കാദമികമായും ഭൗതികപരമായും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ വിദ്യാലയം 1964 ശ്രീ മുഹമ്മദ് കുഞ്ഞ് അവരുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് മാനസികോല്ലാസത്തോടൊപ്പം ശാരീരികോല്ലാസവും പ്രദാനം ചെയ്യുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ ഞങ്ങൾ നൽകുന്ന പ്രാധാന്യം മാതൃകാപരമാണ്. കുട്ടികളിലെ സർഗവാസനകൾ കണ്ടെത്തി അവ പരിപോഷിപ്പിച്ച് പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന നന്മയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പടുത്തുയർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാതൃകാപരവും ചിട്ടയായതുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മികവിൻ്റെ മറുവാക്കായി മാറിയിരിക്കുകയാണ് ഈ നാടിൻ്റെ അഭിമാനം കൂടിയായ ഞങ്ങളുടെ നാവായിക്കുളം ഡീസൻറ്റ് മുക്ക് KCM LPS സ്കൂൾ. സ്കൂൾ തുറക്കലിന് മുന്നോടിയായി മെയ് മാസം അവസാനം തന്നെ SRG മീറ്റിംഗ് കൂടുകയും ഒരു വർഷത്തേക്ക് വേണ്ട പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. അവ ക്രമാനുഗതമായി പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരത്ത് SRG മീറ്റിംഗ് കൂടുകയും കഴിഞ്ഞ ആഴ്ചയിലുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും അടുത്ത ആഴ്ചയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്യുന്നു.
ചിട്ടയായ പ്രവർത്തനങ്ങൾ നമ്മുടെ അക്കാദമിക് നിലവാരത്തെ മികവുറ്റതാക്കാൻ സഹായിക്കുന്നു. വിജയങ്ങൾ ആഘോഷിക്കുകയും പരാജയങ്ങളെ നേരിടാനുള്ള തന്ത്രങ്ങൾ പുതുതായി കണ്ടെത്തി അവ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ അക്കാദമിക് നിലവാരത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഗാന്ധി ദർശൻ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ സ്കൂളിൽ നടന്നു വരുന്നു. സോപ്പ് നിർമ്മാണം, ലോഷൻ നിർമ്മാണം തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങളും മോനി കഥകൾ എല്ലാം ഗ്രൂപ്പിൽ ക്ലബ്ബുകളിൽ ഷെയർ ചെയ്ത് അവർക്ക് നൽകാറുണ്ട്. रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। सीताराम सीताराम भज प्यारे तू सीता। പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. അവരെ ഈ പ്രവർത്തനങ്ങൾ വളരെയേറെ പ്രയോജനപ്രദമാണ്. ഈ അധ്യയന വർഷത്തിൽ വിദ്യാരംഗം കലാസാഹിത്യയുടെ പ്രവർത്തനം വളരെ മികവുറ്റ രീതിയിൽ നടന്നു വരുന്നു. അതിൽ പ്രധാനമായിരുന്നു ജൂൺ 19 വായനാ ദിനവും അതുപോലെ തന്നെ ബഷീർ അനുസ്മരണം, ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനവും. ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് PN പണിക്കർ അനുസ്മരണം, കഥാ-കവിതാ മത്സരങ്ങൾ, അമ്മ വായന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ജൂലൈ 5 ബഷീർ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിക്കുകയും ഗ്രന്ഥശാല സന്ദർശിച്ച് അവരുടെ ബഷീർ പുസ്തകങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. ഇത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ പഠനത്തെ സ്വാധീനിക്കുമെന്നത് തീർച്ച. ആകർഷിച്ച ഒരു പ്രവർത്തനമായിരുന്നു ഫുഡ് ഫെസ്റ്റ്. നമ്മൾ കണ്ടിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതുമായ ഒട്ടേറെ വിഭവങ്ങൾ അതിൽ അണിനിരക്കുക. ദോശയുണ്ടോ ചേട്ടാ കിടിലൻ ദോശ, കാപ്പിയുണ്ടോ ചേട്ടാ കട്ടൻ കാപ്പി, അപ്പത്തിനു കൂട്ടാൻ മുട്ടക്കറി, പുട്ടിനു കൂട്ടാൻ കടലക്കറി, തനതാരതിൽ നിന്നോ Gonna eat it, grab a little dosa, maybe little idli, land of the coconut, yeah I need the chutney, fresh juice, no shoes, yeah we living, good times, good friends, that's the feeling, God's own country, kettle, yeah we winning, eating with my hands, sip the juice, almost finished. Biryanikkai rahmatunde, rahmatinai mohabbatunde, mohabbatinai kismatunde, ഫുൾ ടാങ്ക് അടിച്ചാൽ സർവത്തുണ്ട്. ഒരു തമടച്ച ചെമ്പിളിന്റെ ബിരിയാണി, അത് വെന്ത് പൊന്തി വന്ന കരിമാറി, ഒരു ചൂടു സുലൈമാനി, ഒരു കട്ടൻ കാപ്പി കാലി, എന്റെ പള്ള നിറഞ്ഞല്ലോടാ. താനതിന്തിനോ തന്നാരതിൽ നിന്നോ, താനതിന്തിനോ തന്നാരതിൽ നിന്നോ, താനതിന്തിനോ തന്നാരതിൽ നിന്നോ, grab a little lunch, I need some biryani, Cadillac parota, yeah I'm getting really hungry, yeah I'm salivating and my mouth is getting runny, add a couple spices, got my stomach feeling funny, finish up my meal, yeah I'm checking the watch, I gotta beat the heat, tell me where's the sarbat, take a couple gulps, yeah I'm drinking a lot, this food is amazing, I really can't stop. പൊരിച്ചതും വറുത്തതും എണ്ണയിലിട്ട് മുറിച്ചതും ബീഫ്, മുളകിട്ട് വരട്ടിയ ഉള്ളിയിട്ട് ഒലത്തിയ മീന്, കുടംപുളിയിട്ട് വെച്ച് തേങ്ങയിട്ട് കറി വെച്ച് പൊള്ളിച്ചാലോ. താരതിന്തിനോ തന്നാരതിന്തിന്നോ, താരതിന്തിനോ തന്നാരതിന്തിന്നോ, താരതിന്തിനോ തന്നാരതിന്തിന്നോ, താരതിന്തിനോ തന്നാരതിന്തിന്നോ. പോലീസാനം തൈര്.
rhythm, we kick every time. Lyric and a beat, we kill every line. This time, I'm doing for the home city. Every dude is so cool, every girl is so pretty. Sunset at the beach, you know how we feel. Modi Nitona, Kalumakaya, Mohabbat Kutiya Katan Chaya. It's all about love, it's all about peace, it's all about the swag from SM Street. When the going gets tough, we get pretty. Street academics repping Cali City. Peace. Everybody. Representing Cali City. Representing Cali City. കുന്നോളം നിറപറച്ചോറ് റങ്കോടെ വിളമ്പണ നാട് കായറുക്കി വറുത്തതുമുണ്ട് പുത്തിരി കുത്തിയ പത്തിരിയുണ്ട് ചക്കര കുട്ടിയ റോട്ടടയുണ്ട് കൊതി പകരുന്നേ ചേലോടെ പൂഞ്ചേലോടെ മണമൂറുന്നേ മധുവൂറുന്നേ വട്ടനുറുക്കും കായ വറുത്തത് കുമ്പിള് കുത്തിയൊരപ്പവുമുണ്ട് തിന്നുമടുക്കാറക്കില്ലല്ലേ നാടിൻ സ്വാദ് മോഹവത്ത് തുടിക്കണ മൊഞ്ചുള്ള വിഭവങ്ങൾ നാടകമൊരുക്കണ കോഴിക്കോട് നാവില് പൂങ്കപ്പലിറക്കണ കോഴിക്കോട് ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ഛായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ഛായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നല്ലേ ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ഛായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ നോവു ചെമ്മരിയാടുമേഞ്ഞലഞ്ഞുളഞ്ഞ കണ്ണല് നോവു ചെമ്മരിയാടുമേഞ്ഞലഞ്ഞുളഞ്ഞ കണ്ണല് 100 പുഞ്ചിരി പൂവിരിഞ്ഞുണർന്നുലഞ്ഞു കണ്ടല്
മുന്നേ ചായ മോന്തി തീർക്കണം മോന്തി തീരും നേരം മുന്നേ ചായ മോന്തി തീർക്കണം എൻ്റെ നോവു നാട്ടിന്ന് കൊണ്ടുവന്ന കമ്പിളി പുതക്കണം ജോറിലൊന്നുറങ്ങണം ഊതി തീർത്തുറങ്ങണം ജോറിലൊന്നുറങ്ങണം ഊതി തീർത്തുറങ്ങണം. കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. പ്രൈമറി ക്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിനാചരണങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകി വരുന്നുണ്ട്. അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ഒരു പ്രധാന ദിനമാണ് ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടു, വീഡിയോ പ്രസൻറ്റേഷൻ, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു. ജൂലൈ 21 ചാന്ദ് ദിനവുമായി ബന്ധപ്പെട്ട് സൗരയൂഥത്തിൻ്റെ മാതൃക പുനരാവിഷ്കരിച്ചത് കുട്ടികളിൽ കൗതുകമുളവാക്കി. ഓസോൺ ദിനത്തോടനുബന്ധിച്ചും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം ഗവൺമെൻറ് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിലും നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ലഹരി വിരുദ്ധ ശൃംഖല, പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ് എന്നിവ അവയിൽ പ്രധാനം. നമ്മുടെ കുട്ടികൾ തന്നെ അഭിനയിച്ച് തയ്യാറാക്കിയ ലഹരി വിരുദ്ധ സന്ദേശമുണർത്തുന്ന ഷോർട്ട് ഫിലിം ഏറെ അഭിമാനകരവും അഭിനന്ദനാർഹവുമാണ്. നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി യുവാവ് പിടി. കല്യാണത്തിന് പപ്പടം കിട്ടാത്തവരും കൂട്ടത്തിൽ. എന്നാലും ലഹരി പദാർത്ഥം വെച്ചെന്താ നിനക്കറിയോടാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. എങ്കിൽ നമുക്ക് ടീച്ചറിനോട് ചോദിക്കാം. ടീച്ചർ ടീച്ചർ മേ വി കമിങ്? എന്താ എല്ലാവരും കൂടി? ഈ ലഹരി പദാർത്ഥം വെച്ചെന്താ? കൊള്ളാലോ, വലിയ സംശയമാണല്ലോ. മക്കളെ, സിഗരറ്റ് പോലെയുള്ള വസ്തുക്കളാണ് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ദോഷകരമാണ്. ഇത് നമ്മുടെ സ്വബോധം നഷ്ടപ്പെടുത്തി ക്രമേണ നമ്മളെ മരണത്തിലേക്ക് നയിക്കും. എന്തോ ഉണ്ടല്ലോ, ടീച്ചർ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. എന്താന്ന് പറ. എന്റെ അപ്പൂപ്പനും സിഗരറ്റ് വലിക്കും. എന്റെ അപ്പൂപ്പന് വല്ലതും പറ്റുമോ ടീച്ചർ? എനിക്ക് പേടിയാവുന്നു. മോൻ വിഷമിക്കണ്ട കേട്ടോ. ടീച്ചർ ഇന്ന് തന്നെ അപ്പൂപ്പനെ ഫോൺ വിളിച്ച് സംസാരിക്കാം. എന്നിട്ടും മാറ്റം വന്നില്ലെങ്കിൽ ടീച്ചർമാരെല്ലാവരും കൂടി ഒരു ദിവസം മോൻ്റെ വീട്ടിൽ വരാം. അപ്പൂപ്പനുമായിട്ട് സംസാരിച്ച് അപ്പൂപ്പനെ നല്ലതാണ്. എന്റെ അപ്പൂപ്പന് സിഗരറ്റ് വലിക്കില്ലെന്ന് എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ടീച്ചറെ, എന്റെ അപ്പൂപ്പനും. അപ്പോൾ രണ്ടാൾക്ക് സന്തോഷമായല്ലോ. ടീച്ചറെ, ഇനി ഞങ്ങളുടെ വീട് മറ്റുള്ളവരെ പോലെ സന്തോഷം നിറഞ്ഞായിരിക്കും അല്ലേ ടീച്ചറെ? പിന്നെ എന്താ സംശയം? കണ്ടില്ലേ ഈ കുരുന്നുകളുടെ മുഖത്തെ സന്തോഷം? ഇളം തലമുറ പാഠമാക്കുന്നത് മുതിർന്നവരെന്ന് അഹങ്കരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയുമാണ്. അവർ എങ്ങനെയായിത്തീരണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു കാര്യം ഓർത്താൽ നന്ന്, നമ്മുടെ ഉപദേശമല്ല പ്രവൃത്തികളാണ് കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാം, ഒരു നല്ല തലമുറയെ പടുത്തുയർത്താം. ഉണങ്ങിയിട്ടില്ലാത്ത ഓർമ്മകളാണ് ഹിരോഷിമയും നാഗസാക്കി. ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ സ്കൂളിൽ സമുചിതമായിട്ടാണ് ആഘോഷിച്ചത്. സഡോക്ക കൊക്കുകളുടെ നിർമ്മാണം, യുദ്ധത്തിനെതിരായ കുട്ടികളുടെ കയ്യൊപ്പ് എന്നിവ പ്രധാന പ്രവർത്തനങ്ങളായിരുന്നു.
കൂടാതെ സ്കൂളിൽ ബോംബിംഗ് രീതി പുനരാവിഷ്കരിച്ച് കുട്ടികൾക്ക് ഏറെ ആകാംക്ഷ ഉണർത്തി. മാത്രമല്ല കേരളപ്പിറവി ദിനം, റിപ്പബ്ലിക് ദിനം എന്നിവ ഈ സോഷ്യൽ സയൻസിൻ്റെ ക്ലബിൻ്റെ ഭാഗമായി ആഘോഷിച്ചു. KCM LPSൽ LKG ബിയിൽ പഠിക്കുന്ന ആദിലിൻ്റെ ഉമ്മയാണ്. എൻ്റെ പേര് വിസ്മി എന്നാണ്. ഞാൻ എൻ്റെ മകനെ 2-3 സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടും എനിക്ക് തൃപ്തി പോരാഞ്ഞിട്ട് ഞാനായിട്ട് തിരഞ്ഞെടുത്ത സ്കൂളാണ് KCM. ഞാൻ ആദ്യമായി എൻ്റെ മകനെ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളായാലും അവിടുത്തെ ആൻറ്റിമാരായാലും സാറന്മാരായാലും നമ്മുടെ അടുത്തുള്ള സ്നേഹവും കൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ മോനെ അവിടെ ആക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ HMൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നല്ല സഹകരണമാണ് നമ്മുടെ ടീച്ചർ. നമ്മളെ ഒരു കുടുംബത്തെ പോലെയാണ് ടീച്ചർ കാണുന്നത്. അതുപോലെ എൻ്റെ മോന് ഒരു നിലവാരമില്ലാത്ത ടൈമിലാണ് ഞാൻ ആ സ്കൂളിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തത്. ഞാൻ ഏറ്റവും ടീച്ചറുടെ അടുത്ത് അപേക്ഷിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മോനെ ഒരു നല്ല മെച്യൂരിറ്റി ആക്കി തരണമെന്നാണ്. ഇന്ന് എൻ്റെ മോന് നല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പം 4ാം സ്റ്റാൻഡേർഡ് KCMലുള്ളെങ്കിലും ഇനിയും മുന്നോട്ടുള്ള ക്ലാസ്സുകൾ വരണമെന്നും നല്ല പുരോഗമനം ഉണ്ടാവണമെന്നുമാണ് ആഗ്രഹം. അതുപോലെ ഇപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ പഠിപ്പിക്കുന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമ്മളെ മാനേജ്മെൻ്റ് ആയാലും നമ്മളങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനൊരു താല്പര്യമുള്ളൊരു മാനേജറാണ് ഇപ്പോൾ സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തുടർ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ടും അതുപോലെ തന്നെ ഉയർച്ചയിൽ എത്തണമെന്നും സാറന്മാരും ഇതുപോലെ തന്നെ പവറായിട്ട് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നു. പൊതുവിദ്യാലയ മികവുകളുടെ നേർസാക്ഷ്യങ്ങളാണ് ക്ലാസ് മുറികളിലും മുറ്റങ്ങളിലുമാകെ. നാടറിയണം അറിവിടങ്ങളിലെ ഈ മുന്നേറ്റങ്ങൾ. കാണണം ലോകമാകെ അറിവ് നിർമ്മിക്കുന്ന കുട്ടിയെയും അരങ്ങൊരുക്കുന്ന അധ്യാപകനെയും. പാരസ്പര്യം എന്ന പാഠമുറപ്പിക്കൽ കൂടിയാകും ഈ പങ്കുവയ്ക്കൽ. സ്കൂൾ ചുമരുകൾക്ക് പുറത്തേക്ക് എത്തട്ടെ വിദ്യാലയ തികവുകൾ, അക്കാദമിക മുന്നേറ്റങ്ങൾ, അക്ഷര കൂട്ടായ്മകൾ, അധ്യാപന മികവുകൾ, ശാക്തീകരണ ചിന്തകൾ, മാതൃകകൾ ഒക്കെയും.